കണ്ണൂരിൽ മഴക്കുഴി എടുക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച നിധിശേഖരം പുരാവസ്തു വകുപ്പ് പരിശോധിക്കും. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെങ്ങളയിലാണ് സ്വർണം, വെള്ളി എന്നിവ ലഭിച്ചത്. പരിപ്പായി UP സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് നിധി കണ്ടെത്തിയത്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, നിധിശേഖരം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും? ഇതെങ്ങനെ കിട്ടിയവർക്ക്? ഇന്നലെ വൈകുന്നേരമാണ് ഈ ചെങ്ങളായി പഞ്ചായത്ത് 10ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ പരിപ്പായിലെ താജുദ്ദീൻ എന്നയാളുടെ റബ്ബർ തോട്ടത്തിൽ എത്തുന്നത്. മഴക്കുടി കുഴിക്കാനായി കുഴി കുഴിച്ചു തുടങ്ങി. ഏതാണ്ട് 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഒരു ആഭരണ പെട്ടി കാണുന്നത്. അതിന്റെ അകത്തുനിന്നും ആഭരണം ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത് പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ച സമയത്താണ് ഇതിന്റെ അകത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും നാണയങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നത്. 17 മുത്തുമണികൾ, ഒപ്പം 13 സ്വർണ്ണ ലോക്കറ്റുകൾ, കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കങ്ങൾ, പഴയകാലത്തെ 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, നിരവധി വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ഈ ആഭരണ പെട്ടിയിൽ നിന്നും ഇവർക്ക് ലഭിച്ചത്. ഉടൻ തന്നെ ശ്രീകണ്ഠാപുരം പോലീസിനെ ഇവർ പറഞ്ഞു. പോലീസ് എത്തി ഈ ആഭരണ ശേഖരം അത് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. ഇനിയിപ്പോൾ ഇത് പുരാവസ്തു വകുപ്പിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ കണ്ടത്തെ സ്വർണ്ണാഭരണങ്ങൾക്കും വെള്ളി നാണയങ്ങൾക്കും ഏറെ പഴക്കമുണ്ട് എന്നതാണ് പ്രാഥമിക നിഗമനം. എങ്ങനെ ഇവിടെ എത്തി, ആര് കുഴിച്ചിട്ടു എന്ന കാര്യത്തിൽ വ്യക്തമില്ല. അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കസ്റ്റഡിയെടുക്കുകയും പിന്നീട് കോടതിയിൽ എത്തിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഇന്ന് പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിയ ശേഷം എത്ര കാലം ഫെലിക്സ്, ഇത് ഒരു നിധിശേഖരം തന്നെയാണ്. ഇതിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ സാധാരണ ഈ മഴക്കുഴി എത്ര ഇഞ്ച് ആഴത്തിലേക്കാണ് കുഴിച്ചെടുക്കുക? ഇവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുഴിക്കുന്ന കുഴികളൊക്കെ വളരെ ചെറിയ കുഴിയാണ്, ആഴം കുറവാണെന്നൊക്കെയുള്ള തരത്തിലുള്ള പരാതികളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരിത് എത്ര കുഴിച്ചു പോയപ്പോഴാണ് ഇവർക്ക് ഇത് കിട്ടിയത്? ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടമാണ്. അപ്പോൾ റബ്ബർ തോട്ടത്തിലുള്ള മഴക്കുഴിയാണ്. ഏതാണ്ട് 1 മീറ്റർ ഓളം ആഴമുണ്ട് എന്നാണ് പറയുന്നത്. 1 മീറ്ററോളം ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഭണ്ഡാരപ്പെട്ടി അത് പാതി തുറന്ന നിലയിൽ കണ്ടെത്തുന്നത്. ആ പാതി തുറന്ന നിലയിലുള്ള ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലാണ്. അങ്ങനെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുന്നത്. അങ്ങനെയാണ് അവർ അവിടെ എത്തി ഇതെന്താണെന്ന് പരിശോധിച്ച സമയത്താണ് ഇതിന്റെ അകത്ത് ഈ ആഭരണങ്ങൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും നാണയങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 1 മീറ്റർ ആഴത്തിൽ കുടിച്ചപ്പോൾ തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ഈ ആഭരണപ്പെട്ടി കണ്ടെടുക്കുകയാണ് ചെയ്തത്. അത് അടച്ച് വെച്ച നിലയിലായിരുന്നില്ല, തുറന്ന നിലയിലായിരുന്നു, പാതി തുറന്ന നിലയിലായിരുന്നു. ഇതെന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇതിവിടെ എത്തി എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല. അക്കാര്യത്തിലൊക്കെ തന്നെ പുരാവസ്തു വകുപ്പാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഏറെ വർഷത്തെ പഴക്കമുണ്ട് എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ പരിശോധന വേണമെന്നത് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇത് എങ്ങനെ ഇവിടെ എത്തി, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ആഭരണ ശേഖരമാണ് എന്ന് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ആരിവിടെ കൊണ്ടുവച്ചു അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ എത്തി എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ പരിശോധന വേണ്ടിവരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫെലിക്സ്, അതായത് ഒന്ന് നമ്മൾ ഈ പഴയ നിധിശേഖരങ്ങളും മറ്റത്തരത്തിലുള്ള പുരാവസ്തുക്കളും ഒക്കെ കുഴിച്ചെടുക്കുകയും പലപ്പോഴും അങ്ങനെ കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. മുൻപ് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 1 മീറ്റർ അടി കുഴിക്കുമ്പോൾ തന്നെ, ഇത്തരത്തിൽ 1 മീറ്റർ കുഴിക്കുമ്പോൾ തന്നെ ഇത് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു അത്ഭുതം. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പുരാവസ്തു വകുപ്പിന് ചില കണക്കുകൂട്ടലുകളും ചില പ്രദേശങ്ങളെ അത്തരത്തിൽ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ ഉണ്ടാകാമെന്ന തരത്തിൽ കണക്കുകൂട്ടിയും അതിൽ ആ ഗണത്തിൽപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു പ്രദേശമാണോ ഇത്? അങ്ങനെ ഒരു പ്രദേശമൊന്നുമല്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടമാണ്. വർഷങ്ങളായി ഒരു വ്യക്തി, താജുദ്ദീൻ എന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലമാണ്. വർഷങ്ങളായത് റബ്ബർ തോട്ടമാണ്. അവർ നേരത്തെയും അവിടെ കൃഷി ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും ഇത് തന്നെ കണ്ടെത്തിയിട്ടില്ല. അത് പക്ഷെ കാണാതിരുന്നതാകാം. പക്ഷെ എന്തുകൊണ്ട് ഇതിവിടെ എത്തി എന്നത് കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്തെങ്കിലും ആചാരങ്ങളുടെ മറ്റോ ഭാഗമായി കുഴിച്ചിട്ടതാണോ എന്നൊരു സംശയമൊക്കെ തന്നെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതൊരു സംശയം മാത്രമാണ്. എങ്ങനെ ഇവിടെ എത്തി എന്ന കാര്യത്തിൽ ഇത്രയും വർഷം പഴക്കമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 100 വർഷത്തോളം ഒരുപക്ഷെ പഴക്കമുണ്ടാകാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വർഷത്തിന് മുൻപ് സംഭവിച്ചതായതുകൊണ്ട് ഇതിൽ കൂടുതൽ പരിശോധന വേണമെന്ന് തന്നെയാണ് പുരാവസ്തു വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ കോടതിയിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി കോടതിയിൽ സമർപ്പിച്ച ഈ ആഭരണ ശേഖരമാണ് ഇനിയിപ്പോൾ പുരാവസ്തു വകുപ്പ് എത്തി പരിശോധന നടത്തി. ആ പരിശോധനയിൽ മാത്രമായിരിക്കും ഇത് എത്ര വർഷം കാലപ്പഴക്കമുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായി അവർക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അങ്ങനെ ഈ പ്രദേശത്ത് ചെങ്ങളായി ശ്രീകണ്ഠാപുരം പോലുള്ള പ്രദേശങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ
ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഭരണ ശേഖരമോ നിധി ശേഖരമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമുള്ള ഒന്ന് തന്നെയായി മാറി. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അവർ ജോലി ചെയ്യുന്നതിനിടയിലാണ് 1 മീറ്റർ മാത്രം കുഴിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആഭരണ ശേഖരം ഈ ഭണ്ഡാരത്തിനുള്ളിൽ കിട്ടിയത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമിക പരിശോധന ഇതിൽ ഏറെ വർഷം പഴക്കമുണ്ട് ഈ ആഭരണങ്ങൾക്ക് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇങ്ങനെ ഒരു നിധി ശേഖരം കിട്ടുമ്പോൾ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവര് പോലീസിനെയും അവരുടെ അങ്ങനെ ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നമ്മളാണെങ്കിലും ഇങ്ങനെ ഒരു നിധി ശേഖരം ഒക്കെ കണ്ടു കിട്ടുമ്പോൾ അത് അത്ഭുതവും കൗതുകവും അതിനപ്പുറത്തേക്കുള്ള പല വികാരങ്ങളും വരുമല്ലോ. തീർച്ചയായിട്ടും ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ചെങ്ങളായി പഞ്ചായത്തിലെ 10ാം വാർഡിലെ തൊഴിലാളികളാണ്. അപ്പോൾ വാർഡ് മെമ്പറെ ആദ്യം അറിയിച്ചു. വാർഡ് മെമ്പറാണ് ഇക്കാര്യങ്ങൾ ശ്രീകണ്ഠാപുരം പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് ശ്രീകണ്ഠാപുരം പോലീസിലെ SI അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി ഇത് പരിശോധിക്കുകയും ഇത് ശേഖരിക്കുകയും ഇത് മറ്റ് ഇതിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആഭരണ പെട്ടി എന്ന് പറയുന്നത് വർഷം പഴക്കമുള്ള ഒന്നാണ് എന്നത്. അതായത് ആഭരണങ്ങൾ മാത്രമല്ല, ഈ ആഭരണങ്ങൾ സൂക്ഷിച്ച് ഈ ഭണ്ഡാരപ്പെട്ടി തന്നെ വലിയ വർഷം പഴക്കമുണ്ട് എന്ന് തന്നെയാണ് അത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് എങ്ങനെ ഇവിടെ എത്തി, ആര് കുഴിച്ചിട്ടു, അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും വർഷം പഴക്കമുള്ള സാധനം ഇവിടെ എത്തി എന്ന കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ നാട്ടുകാർക്ക് സംശയിക്കത്തക്ക അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം നൽകുന്ന തക്ക ഒരു വിശദീകരണം നൽകാൻ നാട്ടുകാർക്കോ മറ്റോ കഴിയുന്നില്ല എന്നതാണ്.